അംഗൻവാടിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈ സ്ലേറ്റ് ഉപയോഗിക്കുന്നില്ലേ? ആ സ്ലേറ്റിൽ ടീച്ചർ റാ വരച്ചു കൊടുത്തിട്ട് അതിനകത്ത് വരയ്ക്കാൻ പറയുന്നുണ്ടല്ലോ, ആ സെയിം സാധനമാണ്. നമ്മള് അതിന്റെ ഉള്ളിൽ വരയ്ക്കുന്നത് ടെക്നിക്കൽ ആയിട്ടാണ്, അത് കുട്ടിയുടെ കൈകൊണ്ട് ചെയ്യുന്നു. അപ്പോ സ്ലേറ്റ് ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു പഠന രീതിയിൽ. അതുപോലെയാണ് ഡിജിറ്റലൈസേഷൻ വന്നു കഴിയുമ്പോൾ ഡിജിറ്റൽ ടാബിന്റെ നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മള് അതിനെ ഇപ്പൊ ഇവര് പറയുന്ന പോലെ ടാബ് എന്നുള്ള പേരിലായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ടൈം ടേബിളിൽ വരെ ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ടാബ് യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഒരു ദിവസം സാറ് ഇങ്ങനെ ടൈം ടേബിളിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന രീതിയിൽ സാറെ സെറ്റ് ചെയ്തേക്കണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചറെ അതിനെ ഡിജിറ്റൽ ആക്ടിവിറ്റി ബുക്ക് എന്ന് വിളിക്കാൻ പറഞ്ഞു. അത്രയും നല്ലൊരു പേര് അതിനുണ്ട് എന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അതിലും വലിയ സന്തോഷമായിരുന്നു. കാരണം സത്യമാണത്, ഒരു ഡിജിറ്റൽ ആക്ടിവിറ്റി ബുക്കാണത്. ആ ബുക്കിന്റെ ഉള്ളില് എന്തെഴുതണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അധ്യാപകരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാ ഓരോ കുട്ടിക്കും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ എത്ര നേരം ഇരുന്ന് വിശദീകരിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ഒരു തവണ ആ സാധനം കയ്യിൽ പിടിച്ച് അതിനകത്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, കോതമംഗലത്ത് വരിക, വിളിക്കുക, ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ അത് കാണിച്ചു തരാൻ വരെ വേണ്ടിയാണ്. കാരണം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. അടുത്തത് വേറെ പിന്നെ നിങ്ങൾക്ക് ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ആണ്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. ആ പരിമിതിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിലും കൂടെയാണ് ഡിജിറ്റലൈസേഷൻ ടാബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം, ഫുൾ ടച്ച് സ്ക്രീനാണ്. അത് നമ്മുടെ ഈ വിരലിന്റെ തുമ്പും കൊണ്ട് മാത്രം തുടർന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുമില്ല. അവന്റെ കൈയിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ടാണെങ്കിൽ പോലും അത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സെറിബ്രൽ പാൾസി സിവിയർ ലെവലിലുള്ള ഒരു കുട്ടി, ദക്ഷ എന്നാണ് പേര്, വടാട്ടുപാറയുള്ള ഒരു കുട്ടിയാണ്. അവൾക്ക് വിരൽത്തുമ്പ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവള് ചിലപ്പോ കൈയിന്റെ ഇവിടം വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. അതും നമുക്കിങ്ങനെ സ്ക്രിബിളിംഗ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് പെയിന്റ് ചെയ്യാനുള്ള സ്ഥലത്താണെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ആ കളർ വരുന്ന കാണുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാ. പിന്നെ ഈ പറയുന്ന സാധനം ഒരു കമ്പ്യൂട്ടർ ആവാതിരുന്നതിന് കൊണ്ടുള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം. സെറിബ്രൽ പാൾസി ഉള്ള ചില കുട്ടികളുടെ ഹെഡ് ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കുള്ളൂ, അവരുടെ കൈ ഇങ്ങോട്ട് മൂവ് ചെയ്യായിരിക്കും. പക്ഷെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു സൈഡിലേക്ക് തന്നെ ചെരിച്ചിരുത്തി നമുക്ക് ചെയ്യിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് അവനെ കിടത്തി ചെയ്യിപ്പിക്കണമെങ്കിൽ കിടത്തി തന്നെ ചെയ്യിപ്പിക്കാം. കാരണം ടാബ് പിടിക്കാൻ പാകത്തിന് അത്രയും കംഫർട്ട് ലെവലിലാണ് ടാബ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ ഫിനാൻസ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള വഴികൾ നോക്കും. ഒരു സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ പലരും സാധനങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റാൾമെന്റിലാണല്ലേ, EMI ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പല പേരൻസിനും ഈ പെട്ടെന്ന് ഇത്രയും പൈസ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരുടെ വീടുകളിലും അവർ ഓരോ സാധനം മേടിക്കുന്ന EMI-ലായിരിക്കും. സ്കൂളില് ഞങ്ങളുടെ പേരൻസിന് വേണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള പേരൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഒരുമിച്ച് ക്യാഷ് അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെ അവർക്ക് EMI രീതിയിൽ അടയ്ക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തു കൊടുത്തു. മാത്രമല്ല ഒരുപാട് സ്പോൺസേഴ്സ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം പേരൻസിൽ തന്നെ ചിലര് എന്റെ കുട്ടിക്ക് കൂടാതെ ഒരു കുട്ടിക്കും കൂടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ വന്നു. CSR ഫണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ കിട്ടില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റിനെ കിട്ടിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എവിടെ പോയി ചോദിച്ചാലോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്നും പറഞ്ഞ് ഈ കുട്ടികളുടെ ഉന്നമനത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ട് കിട്ടും. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ ഉണ്ട്. അതും ഈ പറയുന്ന പോലെ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കുക, നമ്മളൊരു നോർമൽ ടീച്ചർ അല്ല. ഒരിക്കലും ഒരു ടീച്ചർ എന്നുള്ള പേരിൽ കുട്ടികൾ നമ്മളെ വിളിക്കണ്ടെങ്കിൽ പോലും നമുക്ക് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഈ സ്പെഷ്യൽ ഉണ്ടല്ലോ, അതിന്റെ മീനിങ് എന്താണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് ഒരു കാര്യത്തിനും പോവില്ല. എന്തായാലും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ടാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ റേഡിയോ പറയും പോലെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ ഉള്ളില് ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇനി അതിനകത്ത് പ്രാവർത്തികമാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം.
എന്തെങ്കിലും അതിൽ ടീച്ചറെ താങ്ക് യു.